വെൽക്കം ടു മെട്രോ മാറ്റിനി ന്യൂസ്. കുറേക്കാലമായി പല പ്രമുഖ താരങ്ങളുടെ പേരിനൊപ്പം ഗോസിപ്പ് കോളങ്ങൾ നിറഞ്ഞു നിന്ന പേരായിരുന്നു നടി കീർത്തി സുരേഷിൻ്റെത്. എന്നാൽ കീർത്തിയുടെ പ്രണയകഥ പുറത്തു വന്നതാകട്ടെ വിവാഹത്തിന് ഏതാനും നാളുകൾക്ക് മുമ്പാണ്. ഒടുവിൽ 15 വർഷത്തെ പ്രണയത്തിനൊടുവിൽ നടി കീർത്തി സുരേഷ് വിവാഹിതയാവുകയും ചെയ്തു. ഇപ്പോഴത്തെ സൂപ്പർ നായികയായ കീർത്തി അഭിനയ ജീവിതം ഉപേക്ഷിച്ചേക്കുമെന്ന അഭ്യൂഹങ്ങളാണ് പ്രചരിക്കുന്നത്. ഭർത്താവിനൊപ്പം നല്ലൊരു കുടുംബജീവിതം ആഗ്രഹിക്കുന്ന നടി സിനിമ ഉപേക്ഷിച്ച് ഭർത്താവിനൊപ്പം പോകുന്നതായിട്ടാണ് കഥകൾ വന്നത്. എന്നാൽ നടിയോ അവരുടെ കുടുംബമോ ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടില്ല. ഒരു കാലത്ത് മലയാളത്തിലും തമിഴിലും ഒരുപോലെ നിറഞ്ഞു നിന്ന നടി ശാലിനിയെ പോലെ വിവാഹശേഷം സിനിമ വേണ്ട എന്ന തീരുമാനത്തിലേക്ക് കീർത്തി എത്തിയെന്ന പ്രചാരണത്തിന് പിന്നാലെ കീർത്തിയും ശാലിനിയുടെ പാത പിന്തുടരാൻ സാധ്യതയുണ്ടോ എന്നൊക്കെയാണ് ചോദ്യങ്ങൾ. നിലവിൽ റിവോൾവർ റീത്ത എന്ന സിനിമയടക്കം 2 ചിത്രങ്ങളാണ് കീർത്തി ചെയ്യുന്നത്. ഈ സിനിമകളുടെ ചിത്രീകരണം പൂർത്തിയാക്കി വൈകാതെ റിലീസിന് ഒരുങ്ങുകയാണ്. മാത്രമല്ല പുതിയ സിനിമകളൊന്നും നടി ഏറ്റെടുത്തിട്ടില്ല എന്നാണ് സൂചന. ഇതിനർത്ഥം സിനിമയിൽ ഗ്യാപ്പ് എടുക്കാൻ നടി ആഗ്രഹിക്കുന്നത് കൊണ്ടാകുമെന്നും പ്രചരണം വന്നു. തെലുങ്കിൽ നടി സാവിത്രിയുടെ ജീവിതകഥയെ ആസ്പദമാക്കിയൊരുക്കിയ മഹാനടി എന്ന സിനിമയിലൂടെയാണ് കീർത്തി സുരേഷ് ഇന്ത്യയിൽ അറിയപ്പെടുന്ന നിലയിലേക്ക് വളർന്നത്. ഈ സിനിമയിലെ പ്രകടനത്തിന് മികച്ച നടിക്കുള്ള ദേശീയ പുരസ്കാരം കീർത്തി ലഭിച്ചു. ഇതോടെ കൊമേഴ്സ്യൽ സിനിമകളിൽ നായികയെ നിറഞ്ഞു നിൽക്കാൻ നടിക്ക് സാധിച്ചു. സൂപ്പർ താരങ്ങൾക്കൊപ്പം നായികയെ അഭിനയിക്കുന്നതിനിടയിൽ കീർത്തിയുടെ വിവാഹകാര്യം ചർച്ചയായി. ഇളയ ദളപതി വിജയ് അടക്കമുള്ള നടന്മാരുടെ പേരിനൊപ്പം കീർത്തിയുടെ പേരും ചേർത്ത് കഥകൾ വന്നിരുന്നു. എന്നാൽ ഒരിക്കൽ പോലും ആന്റണിയുമായിട്ടുള്ള പ്രണയകഥ നടി വെളിപ്പെടുത്തിയിട്ടില്ല. +2 പഠിക്കുന്ന കാലത്താണ് കീർത്തിയും ആന്റണിയും ഇഷ്ടത്തിലാവുന്നത്. തുടക്കത്തിൽ വീട്ടുകാർ എതിർത്തെങ്കിൽ പിന്നീട് ഇതൊരു ശക്തമായ ബന്ധമായി മാറി. ഇരു വീട്ടുകാരുടെയും സമ്മതത്തോടു കൂടിയാണ് താരങ്ങൾ വിവാഹിതരായത്. ഇതിനിടെ ബോളിവുഡിലും നായികയെ അരങ്ങേറ്റം കുറിക്കുകയാണ് കീർത്തി. അത്തരത്തിൽ നടിയുടെ ബോളിവുഡിലെ ആദ്യ ചിത്രം ബേബി ജാൻ ആറ്റ്ലിയാണ് സംവിധാനം ചെയ്തിരിക്കുന്നത്. വരുൺ ധവാൻ നായകനായിട്ട് എത്തുന്ന ചിത്രം ഡിസംബർ 25-ന് ക്രിസ്മസ് റിലീസായി തിയേറ്ററുകളിലെത്തും. വിവാഹത്തിന് ശേഷം എത്തുന്ന കീർത്തിയുടെ ആദ്യ ചിത്രമായിരിക്കും ഇത്. സ്കൂൾ കാലം മുതൽ കീർത്തിയുടെ സുഹൃത്തും ഇപ്പോൾ വലിയ ബിസിനസ്സുകാരനുമായ ആന്റണി തട്ടലാണ് നടിയുടെ ഭർത്താവ്. ഇന്റർകാസ്റ്റ് മാരേജ് ആയിരുന്നുവെങ്കിലും ഇരുവരുടെയും താല്പര്യപ്രകാരം ഹൈന്ദവ ആചാരത്തിലൂടെയും ക്രിസ്ത്യൻ രീതിയിലുമായി 2 തരത്തിലാണ് വിവാഹം നടത്തിയത്. തമിഴ് ബ്രാഹ്മണ വധുവിന്റെ വേഷത്തിലാണ് ആദ്യം കീർത്തി പ്രത്യക്ഷപ്പെട്ടത്. പിതാവിന്റെ മടിയിലിരുത്തി താലി കെട്ടുകയും പരമ്പരാഗതമായ ചടങ്ങുകളുമൊക്കെ നടത്തി. പിന്നീട് ക്രിസ്ത്യൻ വധുവായി ഒരുങ്ങിയ ചിത്രങ്ങളും സോഷ്യൽ മീഡിയയുടെ പുറത്തു വന്നു. ഇത്തരത്തിൽ കീർത്തിയുടെ വിവാഹവുമായി ബന്ധപ്പെട്ട വിശേഷങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിൽ ദിവസങ്ങളായി നിറഞ്ഞു നിൽക്കുന്നത്. കഴിഞ്ഞ ദിവസം അച്ഛൻ സുരേഷ് മകളുടെ വിവാഹ വിശേഷങ്ങളുമായി ബന്ധപ്പെട്ട് പ്രേക്ഷകർ അറിയാത്ത പല കാര്യങ്ങളും വെളിപ്പെടുത്തിയിരുന്നു. കൂടാതെ അവരുടെ കല്യാണം അവർക്ക് ഇഷ്ടം പോലെ നടത്തേണ്ടേ, അവരുടെ ഇഷ്ടത്തിനാണ് കാര്യങ്ങൾ നടക്കേണ്ടത്. അവൾക്ക് ഇഷ്ടപ്പെട്ടു, 10-15 കൊല്ലമായി ഇഷ്ടപ്പെട്ട 2 പേരെ പിരിക്കാനല്ലല്ലോ ശ്രമിക്കേണ്ടത്. അതുകൊണ്ടാണല്ലോ ഈ കല്യാണത്തിന് തന്നെ നമ്മൾ സമ്മതിച്ചത്. അവരെ കൂട്ടിച്ചേർത്ത് നല്ല രീതിയിൽ ജീവിതം മുന്നോട്ട് പോകാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതാണ് ഒരു അച്ഛന്റെ കടമ. ആ കടമ കൃത്യമായി നിർവഹിച്ചു എന്നാണ് സുരേഷ് കുമാർ പറഞ്ഞത്.